ഇനി ഇന്റലിജൻസ് എങ്ങനെ അസസ് ചെയ്യാം? നമ്മൾ IQ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു, IQ എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ഈ IQ ടെസ്റ്റുകൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പം ഇന്റലിജൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? നമുക്ക് പല ഇന്റലിജൻസ് ടെസ്റ്റും ഉണ്ട്. അപ്പം ദീസ് ടെസ്റ്റ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് ഹാവിംഗ് ആക്സെപ്റ്റബിൾ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. അപ്പൊ ഈ ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളുടെ IQ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഈ ഇന്റലിജൻസ് ടെസ്റ്റ് രണ്ട് തരത്തിലാണുള്ളത്. എങ്ങനെയാണോ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ, അതായത് മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്റലിജൻസ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം? ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്നും ഗ്രൂപ്പ് ടെസ്റ്റ് എന്നും പറയാം. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽസിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതും. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുമാണ്. പിന്നെ അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ യൂസ്ഡ്, എന്താണ് നമ്മൾ ആ ടെസ്റ്റിൽ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഒന്ന് വെർബൽ ടെസ്റ്റും മറ്റേത് നോൺ വെർബൽ ടെസ്റ്റുമാണ് ഉള്ളത്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. എന്താണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്? ദ എക്സാമിനർ പ്രസൻസ് ദ ടെസ്റ്റ് മെറ്റീരിയൽ ടു ദ എക്സാമിനി ഇൻ എ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ. അതായത് നമ്മൾ മുന്നിൽ തന്നെ ഇരുന്നിട്ട് രണ്ടുപേരായിരിക്കുകയാണ്. അതായത് ആരുടെയാണോ IQ കണ്ടുപിടിക്കേണ്ടത് ആ കുട്ടിയെ മുമ്പിലെടുക്കുക, നമ്മൾ എക്സാമിനറായിട്ട് നമ്മൾ വരുത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ കുട്ടിയെ ടെസ്റ്റ് ചെയ്യാണ്. ഈ ടെസ്റ്റ് എങ്ങനെയാവാം? വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചോദ്യവും പറച്ചിലും അങ്ങനെയും ആകാം, വേർഡ്സ് യൂസ് ചെയ്തുമാകാം, അല്ലെങ്കിൽ നോൺ വെർബലും ആകാം. നോൺ വെർബൽ എന്ന് പറയുന്നത് അത് കാണാം നമുക്ക്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ ഒരു മെയ്സ് സോൾവ് ചെയ്യാൻ പറയാ, അങ്ങനെയും ആകാം. അതായത് വേർഡ്സ് അധികം യൂസ് ചെയ്യാതെയും നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് നമ്മുടെ നോൺ വെർബൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും എന്താവാം? വെർബലും ആകാം, നോൺ വെർബലും ആകാം. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്സിൽ നമ്മൾ എന്താ പറയാ ക്വസ്റ്റ്യൻ എയർ കൊടുത്തു. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒരുമിച്ച് അഡ്മിനിസ്റ്റർ ചെയ്യാണ്. അത് എന്താണ്? നമ്മുടെ ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ടെസ്റ്റും എന്താവാം? വെർബലും ആകാം, നോൺ വെർബലും ആകാം. അത് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ല കൊടുക്കുന്നത്, ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കുന്നത്. ഇത് തന്നെ വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെസ്റ്റ് കണ്ടെയ്ൻസ് are verbal materials and the items are presented orally or in a written form for which answers have to be given in oral or written language. അതായത് വേർഡ്സ് യൂസ് ചെയ്യുക. ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞാൽ എന്താണ്? എല്ലാ സാധനങ്ങളും വെർബൽ ആയിട്ടാണുള്ളത്. അതിപ്പം പറഞ്ഞിട്ടാണെങ്കിലും എഴുതിയിട്ടാണെങ്കിലും എന്താണ്? വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് വെർബൽ ടെസ്റ്റ് എല്ലാം നടക്കുന്നത്. നോൺ വെർബൽ ആണെങ്കിലോ അത് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആണ്. അതായത് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലും നമ്മളൊരു പ്രോബ്ലം സിറ്റുവേഷൻ കൊടുത്താൽ അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെയ്സ് സോൾവ് ചെയ്യാൻ കൊടുത്താൽ അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അങ്ങനെ ആക്ടിവിറ്റീസ് കൊടുത്ത് ചെയ്യുന്നതാണ് എന്ത്? നോൺ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത് നോക്കാനുള്ളത് പെർഫോമൻസ് ടെസ്റ്റ് ആണ്. പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇപ്പൊ ബ്ലോക്സ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ മെയ്സ് സോൾവ് ചെയ്യാൻ കൊടുക്കുക, ഇതെല്ലാം എന്താണ്? പെർഫോം ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, സോ റാദർ ദാൻ എന്താ പറയാ വെർബൽ റെസ്പോൺസസ്, നമ്മൾ എന്താ അവിടെ നോക്കുന്നത്? അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസ് ആണ് അവിടെ നോക്കുന്നത്. അങ്ങനെ വരുന്നതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ എബിലിറ്റീസ് ആണ് നമുക്ക് ഇന്റലിജൻസ് IQയിലൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് പെർസെപ്ച്വൽ സ്പീഡാണ്, എത്ര വേഗം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ മെമ്മറി, പിന്നെ എന്താണ്? വെർബൽ മീനിങ്, നമുക്ക് എന്തുമാത്രം വായിച്ചാലും അല്ലെങ്കിൽ പറയുന്ന കേട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേർഡ്സിനെ നമുക്ക് എത്രമാത്രം കണ്ടപ്പം മനസ്സിലാവുന്നുണ്ട്, നമ്പേഴ്സിനെ മനസ്സിലാവുന്നുണ്ട്, അതായത് ന്യൂമറിക്കൽ എബിലിറ്റി. പിന്നെ എന്താണ്? സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മളിപ്പോ പല റിലേഷൻസ് പറഞ്ഞാൽ അത് എത്ര വേഗം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. സിനോണിംസ്, അതായത് ഒരേ പദത്തിന് ഒരേ കാര്യത്തിന് വേറെ വേറെ പദങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ അത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അനലോഗീസ്, ന്യൂമറിക്കൽ റീസണിങ്, അതായത് മാത്സ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, മാത്സ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ലോജിക്കൽ സെലക്ഷൻ, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രാക്ടിക്കലി ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? നമ്പർ ആൻഡ് വേർഡ് ഫ്ലുവൻസി, എത്ര നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു. പിന്നെ വെർബൽ കോംപ്രിഹെൻഷൻ, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, റൂട്ട് മെമ്മറി, കപ്പാസിറ്റി ഫോർ ഒബ്സർവേഷൻ, ക്ലിയർ തിങ്കിങ് എബിലിറ്റി, ഇതെല്ലാം എന്താണ്? നമുക്ക് ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ അസസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീസ് ആണ്. അതായത് ഇതൊക്കെ എത്രമാത്രം ഒരു
കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണിലുണ്ട് എന്ന് നമുക്ക് ഇന്റലിജൻസ് ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് എന്ത് ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഇന്റലിജൻസ് കോഷ്യന്റ് ആൻഡ് ഡിഫറെന്റ് ടെസ്റ്റ് ഫോർ ഇന്റലിജൻസ് കോഷ്യന്റ്.